പ്രിയപ്പെട്ടവരെ, കൗമാരക്കാർക്കും യുവതീ യുവാക്കൾക്കുമിടയിലെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും കുറ്റകൃത്യങ്ങളുടെ വർധനയും ഇന്ന് മലയാളിയുടെ ഏറ്റവും വലിയ ഉത്കണ്ഠകളിലൊന്നാണ്. ഇത് സംബന്ധിച്ച് നിരവധി റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വ്യക്തിപരവും സാമൂഹികവുമായ ആരോഗ്യത്തെ തൃണവൽക്കരിച്ചുകൊണ്ടുള്ള യുവതയുടെ ഈ പോക്ക് തടയാൻ വ്യക്തി ശരീരവും സാമൂഹ്യ ശരീരവും എത്ര പ്രധാനപ്പെട്ടതാണ് എന്ന അവബോധം അവരിൽ സൃഷ്ടിക്കേണ്ടതുണ്ട്. മാത്രമല്ല, മൊബൈൽ ഫോണിൽ തലകുമ്പിട്ടിരിക്കുന്ന പുതിയ തലമുറ വെറും പ്രസംഗങ്ങളിലൂടെയും ഉപദേശങ്ങളിലൂടെയുമുള്ള ബോധവൽക്കരണത്തിന് നിന്നു തരും എന്ന് കരുതാനാവില്ല. അവരെ ബോറടിപ്പിക്കാതെ തന്നെ സാമൂഹ്യവൽക്കരിച്ചെടുക്കേണ്ടതുണ്ട്. അതിനേറ്റവും നല്ല മാർഗമാണ് കലയും കളിയും. ഇത്തരം കൂട്ടായ്മകൾ ഉയർന്നു വരാൻ കളിയിടങ്ങളും പൊതു ഇടങ്ങളും വേണം. ആരോഗ്യത്തിലേക്ക് പുതുതലമുറയെ എത്തിക്കാൻ ഏറ്റവും നല്ല മാർഗമാണ് സാർവത്രിക കായിക വിദ്യാഭ്യാസം. ലോവർ പ്രൈമറി തലം മുതൽ കായിക വിദ്യാഭ്യാസം നിർബന്ധിതമാക്കണം. അതിനുള്ള സൗകര്യങ്ങൾ സജ്ജമാക്കുന്നതിലൂടെയും കായിക അധ്യാപകരെ നിയമിക്കുന്നതിലൂടെയും ഭാവിയിലേക്കുള്ള ആരോഗ്യ നിക്ഷേപമാണ് നമുക്ക് ലഭിക്കുന്നത്. തലമുറകൾ നീണ്ടു നിൽക്കുന്ന നേട്ടമാണ് അതുകൊണ്ടുണ്ടാകുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് നല്ല ആരോഗ്യമുണ്ടെന്ന് പറയാൻ കാരണം അവിടുത്തെ കായിക സംസ്കാരമാണ്. കേരളത്തിൽ സ്കൂൾ കായിക വിദ്യാഭ്യാസത്തിൻ്റെ തുടർച്ചയായി ഹയർ സെക്കൻഡറി മേഖലയിലും കായിക വിദ്യാഭ്യാസം പ്രധാനപ്പെട്ട പാഠ്യ വിഷയമാകേണ്ടതുണ്ട്. നല്ല കായിക സംസ്കാരം ആരോഗ്യവും സഹിഷ്ണുതയുമുള്ള സമൂഹത്തെ സൃഷ്ടിക്കുന്നു. മാനസിക സാമൂഹ്യ ആരോഗ്യത്തിനും അത് വഴിവെക്കുന്നു. ഇത്തരത്തിൽ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ പ്രഥമസ്ഥാനം കായിക വിനോദത്തിനാണ് എന്ന കാര്യം തിരിച്ചറിയപ്പെടേണ്ടതുണ്ട്. ഒരു പ്രദേശത്ത് എത്ര ആശുപത്രികളും മെഡിക്കൽ കോളേജുകളും ഉണ്ട് എന്നത് മാത്രമല്ല ഒരു സമൂഹത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ മാനദണ്ഡം. മറിച്ച് കളിസ്ഥലങ്ങളും കായിക പരിശീലകരും കായിക വിനോദത്തിനുള്ള ഉപാധികളുമാണ് അതിൻ്റെ അടിസ്ഥാനം. ആശുപത്രികളുടെ നിർമ്മാണത്തെക്കാൾ കളിസ്ഥലങ്ങളുടെ നിർമ്മാണത്തിനാണ് നാം പ്രാധാന്യം നൽകേണ്ടത്. രോഗപ്രതിരോധത്തിന് ഏറ്റവും നല്ല മരുന്ന് ചിട്ടയാർന്ന ശാരീരിക വ്യായാമങ്ങളും കായികാധ്വാനം ആവശ്യമുള്ള കളികളുമാണ്. അതുകൊണ്ട് തന്നെ വാർഡ് തലത്തിൽ കളിയിടങ്ങളും പൊതു ഇടങ്ങളും കണ്ടെത്തുന്നതും നിർമ്മിക്കുന്നതും പരിപാലിക്കുന്നതും സമൂഹത്തിൻ്റെ മുഖ്യ അജണ്ടയായി മാറേണ്ടതുണ്ട്. ജീവിതത്തിലെ ചെറിയ തിരിച്ചടികൾ പോലും താങ്ങാനാവാതെ മനസ്സും ശരീരവും ദുർബലപ്പെട്ട് സ്വയം ഹത്യയിലേക്ക് പോലും നീങ്ങുന്ന കുട്ടികളെ ഡിജിറ്റൽ കളികൾക്ക് പകരം കളിക്കളങ്ങളിലേക്കും പൊതു ഇടങ്ങളിലേക്കും ആനയിക്കണം. അവിടെ അവർ തോൽവിയും ജയവും അനുഭവിച്ച് വളരണം. വിജയം ആസ്വദിക്കാനും പരാജയത്തിൽ തകർന്നു പോകാതിരിക്കാനുമുള്ള മാനസിക നില സമൂഹത്തിൽ നിന്നാണ് അവർക്ക് കൈവരിക. ആണ്ടറുതികളിലും